ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും എന്ന് വിചാരിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് ഞാൻ എന്തൊക്കെ പ്രൊഫഷനിലാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിൽ സദ്യ വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വർഷം അങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട് ഞാനിപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് അച്ചാറൊക്കെ മുന്നേ ഇട്ട് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം അച്ചാറൊക്കെ ഇട്ടു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഞാൻ മാങ്ങ അച്ചാറാണ് ഇട്ടത്. അപ്പോൾ അച്ചാർ 2-3 ദിവസം മുന്നേ ഇട്ട് വെക്കുമ്പോഴാണല്ലോ നമുക്ക് സദ്യയൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം മാങ്ങയും പിന്നെ നാരങ്ങ അച്ചാർ, ഞാൻ വലിയ നമ്മുടെ കമ്പിളി നാരങ്ങയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഇഞ്ചി ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോൾ. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഞാൻ 3 അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഒരു ക്ലബ്ബുണ്ട്, അവിടുത്തെ ഓണപരിപാടികൾ നടക്കുകയാണ് 10 ദിവസത്തെ. അപ്പം അതിൻ്റെ ഇവിടെ ബോക്സ് കൊണ്ട് ഇവിടെയാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ പാട്ടിടയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ വിശേഷം. അപ്പോൾ അതിൻ്റെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓണത്തിൻ്റെ ഒരു ഓളമാണ് മനസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഒരു സങ്കടം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓണക്കാലാവസ്ഥയുണ്ടല്ലോ, അതൊന്ന് മിസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇടയ്ക്ക് വെയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഇനിയുള്ള ഓണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ സന്തോഷം കാണുന്നതാണ് ഞങ്ങൾക്ക് ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് അമ്മയും അച്ഛനും ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഓണം എന്നൊക്കെ പറഞ്ഞ്. ഓണത്തിൻ്റെ ഇല്ല ഇങ്ങനെ ഓരോ അച്ചാറിടുന്നതും ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് തേങ്ങ ചിരകുന്നതും പച്ചക്കറി മുറിക്കുന്നതും ഒക്കെ ഒരു ഓർമ്മയാണ് ഞങ്ങൾക്ക്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഞങ്ങളുടെ ചുമതല. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് തലേ ദിവസം തേങ്ങയൊക്കെ ചിരകി വെക്കുന്നുണ്ട്, അങ്ങനെ പച്ചക്കറി കട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ത്രില്ലാണ്. ആദ്യമായിട്ട് എല്ലാ കംപ്ലീറ്റ് കറികളും ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക്. ചെയ്ത് ശീലമുള്ളവർക്ക് ചിലപ്പോൾ അത്രയും തോന്നത്തില്ല കേൾക്കുമ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ആയുസ്സുള്ളത് വരെ നമ്മുടെ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കുക, നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ, ഭർത്താവിനെയും മക്കളെയൊക്കെ സന്തോഷിപ്പിച്ച് പോവുക എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും. അപ്പോൾ പിന്നെ വേറെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാക്കി. പിന്നെ അത്തപ്പൂക്കളം ഇടാൻ അങ്ങനത്തെ ഇതൊന്നുമില്ല. വേറെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. കുറേ നാളായി ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ്. എനിക്ക് കണ്ടൻറ്റ് ക്ഷമമാണ്. എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇടുന്നതെന്ന്. ഇപ്പം ഈ ബ്യൂട്ടി ഒക്കെ ഇടാനാണെങ്കിൽ എൻ്റെ ഫേസ് കണ്ടല്ലോ അറിയാം, ഞാൻ തന്നെ ഒരു പണി ഇട്ടിരിക്കുവാണ്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട് എനിക്ക് പറ്റിയത് എന്താണെന്ന്. ക്ലീനായിരുന്നു എൻ്റെ ഫേസ്, പക്ഷേ അബദ്ധം പറ്റിപ്പോയി. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകെ. അപ്പം ഇപ്പോൾ ഓണമാണല്ലോ, ഓണത്തിൻ്റെ ഒരു വൈബാണ്. അപ്പോൾ അതൊക്കെയാണ് സന്തോഷങ്ങൾ. എന്തായാലും ഓണ ദിവസം ഞാൻ വേറെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓണത്തിൻ്റെ ഓരോ ദിവസം ഞങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നും നിങ്ങൾ സദ്യ കഴിക്കുന്നതും അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ വിശേഷം എൻ്റേത് മാത്രമാണ്. നിങ്ങൾക്കതൊരു വലിയ പുതുമയൊന്നുമല്ല, പക്ഷേ എനിക്കൊരു ഇഷ്ടം ഷെയർ ചെയ്യുമ്പോൾ അതൊരു സന്തോഷം. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെയാണ് ഓണത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് തിരുവോണത്തിൻ്റെ അത് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.